ബൈബിളിൽ എത്രയോ പ്രാവശ്യം എഴുതിയിരിക്കുകയാണ്, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അവനൊരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഈശോ പോലും ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന സാധാരണക്കാരായ നമ്മൾ എന്തേരം കൂടുതൽ അളവിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന ദിവസമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ ഏലിയ എന്ന ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ കൈകളിൽ ബൈബിളില്ല, പേനയൊന്നും ഇല്ലേലും നാളെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിലും ഒരു പേനയും കടലാസും എങ്കിലും കൊണ്ടുവരിക. അത് ഇവിടെ കേൾക്കുന്ന ഒരു വചനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ആ ഒരു വചനം നിങ്ങൾക്കെന്നും പ്രയോജനപ്പെടുന്നതായിരിക്കും. അത് എഴുതി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഏലിയായുടെ പ്രാർത്ഥന, സമയക്കുറവുള്ളത് കൊണ്ട് അത് വേഗത്തിൽ പറയാം. ഏലിയായെക്കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയോ? ഏലിയ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒരു മനുഷ്യനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെയായിരുന്നു ഏലിയ. പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, പ്രാർത്ഥിക്കുമ്പോൾ മടുക്കൊക്കെ തോന്നും. നമ്മളെപ്പോലെ തന്നെ ഒരാളാണ് ഏലിയ. പക്ഷെ ഒരു സമയത്ത് ഏലിയ ഒരു പ്രത്യേക വിധത്തിൽ പ്രാർത്ഥിച്ചു. അത് കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചത് ഏലിയായുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ്. അതാണ് എഴുതിയിരിക്കുന്നത് 18-ാം അധ്യായത്തിൽ 41 മുതലുള്ള തിരുവചനങ്ങൾ. എങ്ങനെയാണ് ശ്രദ്ധിച്ച് കേൾക്കുമോ? ഏലിയായും ഒരു ഭൃത്യനും ആഹാബും, ഇങ്ങനെ 2-3 പേര് ഒരു കാർമൽ മലയുടെ മുകളിലേക്ക് പോകുന്നു. കാർമൽ മലയുടെ മുകളിൽ, ഒരു മലയുടെ മുകളിൽ പോവുകയാണ്. സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ഏലിയ പ്രാർത്ഥിക്കാൻ പോയതാണ്. നമ്മളിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല പന്തലും ഫാനും കാർപ്പറ്റും എല്ലാ സുഖസൗകര്യങ്ങളോടെയാണ്. ഏലിയ പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു കസേരയോ ഫാനോ ഒന്നും ഒരു സ്പെഷ്യലായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടില്ല. വെറും പച്ച മണ്ണിൽ. എന്നിട്ട് ഏലിയ അവിടെ ചെയ്തതെന്നറിയാമോ? ഏലിയ മലയുടെ മുകളിൽ കയറി മുട്ടും മടക്കി ഏലിയായുടെ ശിരസ്, തല ഏലിയായുടെ 2 മുട്ടിൻ്റെയും ഇടയിലാക്കി ഇരിക്കത്തക്ക വിധം അത്രയും വളഞ്ഞ് ആ മനുഷ്യൻ കാർമൽ മലയുടെ മുകളിലിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ, ഭൃത്യൻ, ഭക്ഷണപാനീയങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏലിയ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തല ഉയർത്തിയിട്ട് ഈ ആളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അതിനെന്തേലും ഒരു അടയാളം ദൈവം തരുന്നുണ്ടോ എന്ന് നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഭൃത്യൻ ഇത് പോയി നോക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നിട്ട് ഏലിയായ്ക്കൊരു പ്രോത്സാഹനം പോലും കിട്ടുന്ന മറുപടി അല്ല പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു, ഒരു ഗുണവും ഇല്ലയെന്ന്, ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും പ്രാർത്ഥിച്ച് മടുത്തവരായിരിക്കും. പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾ പല പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്താ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായി ഇരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിച്ച് ഉത്തരം തരുന്ന ദിവസമായിരിക്കും ഈ ദിവസങ്ങൾ. ദൈവം ഏറ്റെടുക്കുന്ന ദിവസമായിരിക്കും. ഏലിയ പ്രാർത്ഥിച്ചത് ഭയങ്കര ത്യാഗത്തോടെ. പോയി നോക്കിയിട്ടോ ഒന്നും നടന്നില്ല. അങ്ങനെ ഏലിയ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഏലിയ 6 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 6 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പക്ഷെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകം നോക്കിയേ, ഏലിയ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. ഇനി ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞില്ല. 7ാമത്തെ പ്രാവശ്യവും ഏലിയ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഏലിയ പ്രാർത്ഥിച്ചു. ഇനി അത്ഭുതം നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചും വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലേ നാളെ ദൈവം ഇടപെട്ടിരിക്കും.
അതെൻ്റെ ഒരു ബോധ്യം, എൻ്റെ ഫീലിംഗ് അല്ല, എൻ്റെ ഒരു തോന്നലുമല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം പ്രാർത്ഥിച്ചതിന് തരുന്ന അനുഗ്രഹങ്ങളെ. 7ാമത്തെ പ്രാവശ്യവും പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്ക്. പോയി നോക്കിയ ഭൃത്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞ എന്നാണെന്നറിയോ? തിരിച്ചു വന്ന് പറഞ്ഞത് 6 പ്രാവശ്യം പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്ന് വിമർശിച്ചും കളിയാക്കി ഒന്നും പറഞ്ഞില്ല. 7ാമത്തെ പ്രാവശ്യം വന്ന് പറഞ്ഞു, ഏലിയ പ്രവാചക, ഞാൻ 7ാമത്തെ പ്രാവശ്യം പോയി നോക്കിയപ്പോൾ ആകാശത്ത് മനുഷ്യൻ്റെ കരം പോലെയുള്ള ഒരു കരം, ഒരു മേഘം ആകാശത്ത് ഉയർന്നു വരുന്നത് ഞാനിപ്പോൾ കാണുന്നു. ചുമ്മാതെ കേൾക്കരുത്, നിസ്സാരമായിട്ട് കേൾക്കരുത്. ഇത് കാണാപ്പാടം അറിയുന്നൊരു വചനമായിരിക്കും ഇത്. പക്ഷെ ഇതിനകത്തൊരു വലിയ ആത്മീയ രഹസ്യം കിടപ്പുണ്ട്. ഏലിയ പ്രാർത്ഥിച്ചിട്ട് ഏലിയ പോയി നോക്കിയിട്ടില്ല. ഏലിയ പറഞ്ഞു, നീ പോയി നോക്ക്. 6 പ്രാവശ്യം നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ. 7ാമത്തെ പ്രാവശ്യം പോയി നോക്കിയ ആള് കണ്ടു, ഒരു മേഘം ഉയർന്നു വരുന്നത് കണ്ടു. കാഞ്ഞൂർ 20ാമത്തെ കൺവെൻഷൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹത്തെ ഉയർത്തുന്നത് പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർ കാണാനിടവരും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഈ പോയി നോക്കാൻ പോയ ആ വ്യക്തി പറഞ്ഞതേ കണ്ടു എന്നാ പറഞ്ഞേ. കണ്ടു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇപ്പോൾ എവിടെ എത്തി? കാണാൻ പറ്റുന്ന വിധത്തിൽ. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് ഏത് വിധത്തിലായിരിക്കും? എൻ്റെ കൂടെയുള്ളവർ നാളെ ഒരു സമയത്ത് കാണാൻ ഇടവരുത്തുന്ന വിധത്തിൽ ഈ ദൈവം, ഏലിയായുടെ ദൈവം തന്നെയാണ് എൻ്റെയും ദൈവം, നമ്മുടെയും ദൈവം. ഏലിയായുടെ പ്രാർത്ഥന 7ാമത്തെ പ്രാവശ്യം കേട്ടെങ്കിൽ 8ാമത്തെ പ്രാവശ്യം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയാനല്ല ഞാൻ മൈക്കെടുത്തത്. 7ാമത്തെ പ്രാവശ്യം കേട്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദൈവം 1ാമതായിട്ട് കേൾക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധയോടെ നിങ്ങൾ ഓർത്തേ, 6 പ്രാവശ്യം നോക്കിയിട്ട് ആ വ്യക്തി പറഞ്ഞെന്നാ ഒന്നുമില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥനയുള്ളവരെ, പ്രാർത്ഥിക്കുവാൻ ഉള്ളിൽ ആഗ്രഹമെങ്കിലും ഉള്ളവരെ കേട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറയും ചിലപ്പം, നിങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് ഗുണമായി വീട്ടിനുണ്ടായേ. ഒരമ്മ പറഞ്ഞു, എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അമ്മച്ചിയുടെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ പലരും ഉണ്ടാവും. ഇപ്പം ധ്യാനത്തിന് വരാൻ നേരത്ത് തന്നെ ചിലർ നമ്മുടെ വീട്ടിലുള്ളവർ എന്തിനു പോകുന്നു, എവിടെ പോകുന്ന, എവിടെ ഒടുത്തൊരുങ്ങുന്നത്, ഇവിടെ ഇരുന്നു കൂടെ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഇടയിലായിരിക്കും അവർ രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് കേൾക്കാൻ വേണ്ടി വന്നത്. ആര് കാണും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം? വിമർശിച്ചവരും വേണ്ടെന്ന് പറഞ്ഞവരും നിങ്ങൾ ഇന്ന് ചൊല്ലുന്ന ഈ പ്രാർത്ഥനയുടെ, ഈ ദൈവാശ്രയത്വത്തിൻ്റെ ഗുണം നാളെ ഒരു സമയത്ത് അവരെ ദൈവം അവരുടെ കണ്ണിൽ കാണിച്ചിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് കേട്ടെ, പ്രാർത്ഥിച്ച ഏലിയായാണോ കണ്ടത്, അതോ പ്രാർത്ഥിക്കാത്ത ഭൃത്യനാണോ ഇത് കണ്ടത്? ഭൃത്യം പ്രാർത്ഥിക്കാനും പോയില്ല, മുട്ടുമടക്കാനും പോയില്ല, തല മുട്ടിനിടയിലാക്കി ഇരിക്കാനും പോയില്ല. പുള്ളി ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 6 പ്രാവശ്യം ഈ ഓട്ടവും വരവും ഈ പുറത്തെ കാര്യങ്ങളായിരുന്നു. ഭക്ഷണം മേടിക്കാൻ പോയി, ഫുഡ് മേടിക്കാൻ പോയി, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, വേറെ കുറേ പരിപാടിയായിരുന്നു. ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചത് മുഴുവൻ ഏലിയ. അനുഗ്രഹത്തെ കാണിച്ചത് 1 പ്രാവശ്യം പോലും കാര്യമായിട്ട് പ്രാർത്ഥിക്കാത്ത ഭൃത്യൻ. ശ്രദ്ധിച്ച്, ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയുള്ള ഒരാളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ നാളെ ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞ് ഒരു നല്ല പദവിയിലിരിക്കുമ്പം അവർ കാണും ഈ ജോലി, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മ, ഇതെല്ലാം എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പച്ചൻ്റെയും പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉയർത്തിയിരിക്കും.